പിരാന അൽഫാം ഉണ്ടാക്കുന്നു പല്ലുക്കിന്റെ മാംസം എന്ന് പറഞ്ഞാലേ നല്ല സോഫ്റ്റ് മച്ചാൻ അടിപൊളി മട്ടൻ അങ്ങോട്ട് ഫില്ല് ചെയ്ത് ഇതാരെന്നറിയോ ഇവൻ ഏതാണ് ഏറ്റവും അറിയോ അപ്പൊ മച്ചാനെ ഇതാണ് കടിയൻ 1000 പല്ലി ഇംഗ്ലീഷിൽ ഫൗണ്ടർ എന്നൊക്കെ പറയും. അപ്പം മച്ചാനെ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തേക്കുന്നതൊക്കെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്ട. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം കിട്ടി കറി വെച്ച് കഴിച്ചവരൊന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഇവനെ നമുക്ക് നല്ല അടിപൊളി അൽഫാം ഉണ്ടാക്കിയല്ല ഫാമിലി ഓവനിൽ റോസ്റ്റ് ചെയ്ത് പൊളിക്കാൻ വേണം. നമ്മൾ സീക്രട്ട് മസാല സ്പെഷ്യൽ മസാല ഒക്കെ ഉണ്ടാക്കാൻ പോയാണ്. അപ്പൊ ഇത് മൊന്നമ്പത്തൊക്കെ ഞങ്ങൾക്ക് ഈ സാധനം കിട്ടാറ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പൊളപ്പൻ ടേസ്റ്റാണ്. സാൽമനിലേക്ക് ഏകദേശം അറ്റത്തെത്തോട്ടാ. അപ്പൊ മച്ചാൻ ഇന്ന് പാട്ടിയാണ്. പാട്ടി പല്ലുണ്ട പിരാനയുടെ പോലെ ഇരിക്കണം പിരാന. അപ്പൊ മച്ചാനെ റെസിപ്പി വേണമെങ്കിൽ ഫോളോ ചെയ്തോട്ടെ. 1000 പല്ലി പിരാന. മച്ചാനെ ഇതിന്റെ കണ്ണ് നോക്കിയതേ, ഇവിടെ ഒരു കണ്ണ്, ഇവിടെ ഒരു കണ്ണ്, ഇപ്പുറം കണ്ടില്ല കണ്ടാ, ഇവിടെ കണ്ണില്ല. ആകെ മുകളിലൊരു കണ്ണ്, സൈഡിലൊരു കണ്ണ്. ഡ്രോണാ 360 ക്യാമറ എന്ത് പണ്ടാറോന്നോ. അപ്പൊ അടിപൊളി ക്രീച്ചർ ഉണ്ട്. ഇതേ തലയിൽ കണ്ണുള്ള മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. അതെ അടിപൊളി കണ്ണ്. പിന്നെ നോക്കി ഒരു സൈഡ് ബ്ലാക്ക്, ഒരു സൈഡ് നല്ല പ്യൂർ വൈറ്റ്. ഓളപ്പനാണ്ടത് ക്ലീൻ ചെയ്തെടുത്തിട്ട് അടിപൊളി നനച്ചാൽ നമ്മളെ കളഞ്ഞിട്ട് ഇങ്ങനെ വരയണവന. എന്നിട്ട് അങ്ങോട്ട് മസാല അങ്ങോട്ട് കുത്തി കയറ്റണം മോനെ. ഇപ്പൊ മച്ചാനിത് മുട്ട കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നളിയാ പൊട്ട ഇത് ഞാൻ ഇന്ന് ഗ്രില്ല് ചെയ്യും മോനെ. അപ്പൊ മച്ചാനിത് ഇത്രയും മുട്ടയുണ്ട്. ഇതും കൂടി ആ മസാലയിൽ ഞാൻ അങ്ങോട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ട. ഓ മുട്ട മച്ചാനെ നമ്മുടെ അൽഫാം നമ്മുടെ എന്താ പറയുക കടിയൻ അല്ലെങ്കിൽ ഫൗണ്ടറിന്റെ മസാലയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ട. അപ്പൊ ആദ്യം വേണ്ട നമുക്ക് കുറേ ഗാർലിക്കാണ്. ഗാർലിക് മച്ചാനെ അടിപൊളി ഡെലിക്കസി ഫിഷ് ആണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കുറേ ഗാർലിക് അങ്ങ് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഇട്ട് കൊടുക്കുക. ജിഞ്ചർ കണ്ട ഗാർലിക് കണ്ട നല്ല തെണ്ടുവിൽ ഞാൻ വന്നേക്കണത് അടിപൊളി സാധനം. ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ കുറച്ച്. അത് കഴിഞ്ഞിട്ട് തക്കാളി എന്ന പാട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണത് ഇതിന്റെ അൽഫാമും കടിയന്റെ അൽഫാമും പിന്നെ നല്ല ലസാനിയ മട്ടൻ ലസാനിയ എന്താണെന്നറിയോ കാണിച്ചാൽ കണ്ടു പഠിച്ചോ സാധനങ്ങളൊക്കെ. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്ക, ഗ്രാമ്പു കുറച്ച്, നമ്മുടെ മെയിൻ സാധനം കുരുമുളക് അങ്ങോട്ട് കുറെ ഇട്ടോട്ടാ. ഇനി സ്റ്റാർ അനിയൻസ് കുറച്ച് ഇടാം. മല്ലി നല്ല വോൾ മല്ലി ഇട്ട് കൊടുക്കട്ടോ. പെരിഞ്ജീരകവും കുറച്ച് നമ്മുടെ സാധാ ജീരകവും കൂടി അങ്ങ് ഇട്ട് കൊടുക്കട്ടോ. നല്ല ചെറിയ ഉള്ളി ഇട്ടാലും അടിപൊളിയായിരിക്കും. നല്ല ഒരു 4 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അരച്ചെടുക്കണേക്കാളും മുമ്പ് നമ്മുടെ കൊറിയാണ്ടർ ലീഫ് ഇടാനും മറക്കരുതായിരുന്നു. അല്ല പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് വെച്ചിട്ടില്ലേ ഇവനങ്ങാടെ അരച്ചെടുക്കുക. വിനീഗർ അങ്ങോട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇട്ടു കേട്ടോ. എൻ്റെ സജഷനാണ്. ഗാർലിക്കിന്റെ ഫ്ലേവർ ഇതിന് മുകളിൽ നിൽക്കണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇവനെ അങ്ങോട്ട് പിടിപ്പിക്കുക കേട്ടോ. ഇവനെ മച്ചാനെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടയ്ക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കണം കേട്ടോ. ഇതിന്റെ മസാല അങ്ങോട്ട് കയറി പിടിക്കാനായിട്ട്. അപ്പം മച്ചാനെ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബേസ്. എപ്പോഴും നിങ്ങൾ എന്താ അൽഫാം അങ്ങനത്തെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഉപ്പും മുളകും ബേസായിട്ട് ഇതിൽ പിടിച്ചിരിക്കണം. എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇത് ചൂടാണ്. അപ്പോൾ ഇവിടുന്ന് മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് ഇവൻ്റെ മുകളിൽ നല്ല പൊളപ്പം കടിയെന്ന് പറയും. കൈ നോക്കണോണ്ടാ. ഇതിൻ്റെ പല്ല് കൊണ്ടാൽ പോയിസൺ അല്ല, പക്ഷേ പഴുക്കാൻ ചാൻസ് കൂടുതലുണ്ട്, സെപ്റ്റിക് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ മുട്ടയും കൂടി നമ്മൾ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനങ്ങോട്ട് വെക്കുക. വെച്ച മസാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അരച്ച് വെച്ച ഒരു അടിപൊളി മസാല. നല്ല വിനീഗറും കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചോട്ടാ. മീനിൻ്റെ മുട്ട ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം മുട്ടയാണ് ഈ മസാലയിൽ അങ്ങോട്ട് പിടിച്ച് ഗ്രില്ലാകുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും പറയും ഈ മുട്ട. എന്നിട്ട് ഈ ബാക്കിയുള്ള മസാല അങ്ങനെ സൈഡിലോട്ട് മാറി. അപ്പം നമ്മൾ ടർക്കി ഇതുപോലെ തന്നെ അൽഫാം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം മസാലയാണ്. പക്ഷേ ഇത് നല്ല മീനിലാണ് മോനെ. ഈ മീൻ ഇതൊക്കെ അറബിക് മസാലയിലൊക്കെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിക്കോട്ടെ. ഇവനെ ചില്ലർ റൂമിലോട്ട് കയറ്റി വെക്കാട്ടാ. ചില്ലിയായിട്ട് ഇവന് ഇവിടുന്ന് ചില്ല. ഞങ്ങൾ വൈകിട്ട് നിന്നെ ബീറും കൂട്ടി ചില്ല. ഓക്കെ. അപ്പം മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഷെയർ ചെയ്ത് കൊടുത്തോട്ടാ. ഈ മീനൊക്കെ വാങ്ങിച്ചിട്ട് 100 പ്രാവശ്യം ചെയ്ത് നോക്ക് നമ്മളെ മനുഷ്യർ ഇങ്ങോട്ട് വിട്ടേക്കണത് ഇതൊക്കെ കഴിക്കാനാണ്. ഇതെല്ലാം ട്രൈ ചെയ്യാനാണ്. വെറുതെ പൈസ ഉണ്ടാക്കിയിട്ട് വെറുതെ അലമാരി പൂട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്ക്. ടൈം ഈസ് മണി മാൻ. ഓക്കെ. അമ്മച്ചാമാരെ നമ്മുടെ പാർട്ടി വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മ ഇന്ന് സ്പെഷ്യലായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പോണത് ലസാനിയ മട്ടൻ ലസാനിയ നേരിടണ്ട. അപ്പൊ ആദ്യം തന്നെ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ.
അപ്പം മച്ചാനെ നമ്മ മാക്രോണി ബഷ്മൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു കോണ്ടിനെന്റൽ ഡിഷാണ് ഈ ലസാനിയ എന്ന് പറയുന്നത്. ചിക്കൻ ലസാനിയ, മട്ടൻ ലസാനിയ ഇഷ്ടംമാരെ റെസിപ്പി ഉണ്ട്. അപ്പം നമ്മൾ വെജും നോൺ വെജ് അടക്കണം. അപ്പോൾ നോൺ വെജിൽ നമ്മൾ മട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്, കീമ. വെജിൽ നമ്മൾ പനീറാണ് യൂസ് ചെയ്യണത്. സോ അപ്പം ഇതിൻ്റെ ബേസ് റെഡിയാക്കാം. ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം അച്ഛനെ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഓനിയൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അച്ഛനെ ഇത് നല്ലോണം മൊരിയണം കേട്ടോ. അച്ഛനെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക, മട്ടൻ കീം ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. ഇത് പോളപ്പം കോണ്ടിനെൻ്റൽ ഡിഷാണ്. അപ്പം മട്ടൻ കീമ വെച്ചാണ് നമ്മൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷ്രെഡഡ് ചിക്കൻ വെച്ച് നടുലി വേണമെങ്കിൽ ഉണ്ടാക്കുക. അപ്പം എന്തായാലും മൈന്യൂട്ട് പാർട്ടിക്കിൾ അയക്കണം ഈ സാധനം ഉണ്ടാക്കുമ്പോൾ. അപ്പം ഡിഷിൻ്റെ പേരെന്താണ്? ലസാനിയ. ഓക്കെ, ലസാനിയ. മട്ടൻ കീമ റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കാം എടാ. ഇതൊരു 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യണത്. നോക്കി കണ്ട് പഠിച്ചോട്ടെ മച്ചന്മാരെ. അപ്പം ലസാനിയ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം റെഡ് സോസിന് വേണ്ടി നമ്മൾ കുറച്ച് ബട്ടർ ആദ്യം ഇട്ട് കൊടുക്കുക, ഗാർലിക് ഇട്ട് കൊടുക്കുക, നല്ല ചോപ്പ്ഡ് ഒനിയൻ. അപ്പം മച്ചാൻ ഇതൊക്കെ ബേസിക് സോസ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഓർത്തിരിക്കണം, ഇത് റെഡ് സോസ് ആണ് നമ്മൾ ഉണ്ടാക്കണം. റെഡ് സോസ് കേട്ടാ ഉണ്ട്. ഗാർലിക് കുറച്ച് അധികം ഇടണം കേട്ടോ. അവിടെ കുറച്ച് ട്രോള് ചോപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പം കുറച്ച് ഗാർലിക് കുറച്ച് കൂടുതൽ ഇടണം. മച്ചാൻ ഇത് കണ്ട നല്ല മിക്സ് ഹെർബ്സ് ആണ്. ഇത് മിക്സ് ഹെർബ്സ്, റോസ്മേരി, തൈം, ഒറിഗാനോ ഇതെല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടൊമാറ്റോ പ്യൂരി ഉണ്ട്. പ്യൂരി പാസ്ത സോസ് എന്നൊക്കെ പറയും നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പോൾ വീട്ടിൽ ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസ് അടിച്ച് ചോദിക്കട്ടോ. കണ്ടാ ഇത് കണ്ട ഫിലിപ്പിനോ സ്റ്റൈൽ സ്വീറ്റ് സ്പാഗറ്റി സോസ്. സാധനം അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയാൽ ഒരു പ്രത്യേക മണം വരും. അപ്പോൾ ഇത് റെഡ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും, റെഡ് സോസ്. അപ്പോൾ ഇത് രണ്ട് പാക്കറ്റ് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. റെഡ് സോസ് റെഡി ആയിട്ടുണ്ട്. റെഡ് സോസ്. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കണം. വൈറ്റ് സോസിൻ്റെ റെസിപ്പി മച്ചാനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള വീഡിയോ ലോങ് ആക്കാനുള്ള അപ്പോൾ ഇഷ്ടംമാതിരി സാധനങ്ങൾ കണ്ട അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം മച്ചാനെ നമ്മുടെ യൂട്യൂബിൽ ലോബ്സ്റ്റർ ഉണ്ടാക്കിയപ്പോൾ വൈറ്റ് സോസ് അതിലുണ്ടാക്കി. അത് വൈറ്റ് സോസിൻ്റെ റെസിപ്പി ആ ലോബ്സ്റ്റർ റെസിപ്പിയിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ സോസുകളും റെസിപ്പീസും കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെ ബട്ടറിലും മൈദയിലും വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയാലോ, യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. ലോബ്സ്റ്റർ വീഡിയോയിൽ ആരും കാണാൻ മറക്കരുത്. അപ്പോൾ റെഡ് സോസ്, വൈറ്റ് സോസ്, പിന്നെ അതിൽ ചേർക്കേണ്ട ആ ഒരു ബേസ്. മട്ടൻ ആണെങ്കിൽ മട്ടൻ, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, വെജ് മഷ്റൂം യൂസ് ചെയ്യുക, പനീർ യൂസ് ചെയ്യുക. അപ്പം മച്ചാനെ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വൈറ്റ് സോസ് ആണ്. അപ്പം മച്ചാനെ നമ്മ റെഡ് സോസില് അത് നമ്മ വെജും നോൺ വെജ് ആയിട്ട് അങ്ങനെ തിരിച്ചുകൊണ്ടതേനാ. വെജ് നമ്മ പനീർ കുറച്ച് ബട്ടർ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് ആ റെഡ് സോസ് പനീറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനായി. പിന്നെ നോക്കിയ നമ്മുടെ മട്ടൻ കീമ നേരത്തെ റെഡിയാക്കി വെച്ച് റെഡ് സോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ 2 ലസാനിയൊക്കെ ഉള്ള സംഭവമായിട്ടുണ്ട്. അപ്പൊ ലസാനിയ എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇതൊരു സ്പെഗറ്റി പോലത്തെ സംഭവമാണ് കേട്ടാ. സ്പെഗറ്റി പോലത്തെ സംഭവമാണ് ഇത്. വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ വൈറ്റ് സോസിലൊക്കെ ഇതെല്ലാം കുതിരുമ്പോൾ നമുക്കൊരു അടിപൊളി ഡിഷ് കിട്ടും കേട്ടോ. അപ്പം മച്ചാനെ കുറേ ക്ഷമ വേണം. 2-3 പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോൺ വെജ് ലസാനിയ ഉണ്ടാക്കാം. പടപ്പടിന്ന് സമയമില്ല മോനെ, പാട്ടിയാണ് പൊളിക്കാണ്. അപ്പൊ കുറച്ച് ബട്ടർ അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് കൊടുത്ത് ലസാനിയ നമുക്ക് നാട്ടിൽ വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേരത്തെ അങ്ങോട്ട് വെക്കാം. ഫസ്റ്റ് ലെയർ നോൺ വെജ് മട്ടൻ. മച്ചാനെ ആദ്യത്തെ ലെയർ നമുക്ക് മട്ടൻ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അത് ഞാൻ മച്ചാൻ ഇത് നമ്മുടെ വൈറ്റ് സോസും കൂടി അങ്ങാട്, എന്നിട്ട് നമുക്ക് നമ്മുടെ മൊസറല്ല ചീസില് അങ്ങാട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ ഇതേ ലസാന. ഇതെന്താണ് ഈ പപ്പടം പോലത്തെ സാധനം നിങ്ങൾ? അപ്പൊ മറ്റത് പപ്പടം പോലത്തെ സാധനം ഒന്നല്ല, ഇത് പൊളപ്പ സാധനമാണ്, മട്ടറാണ്. ഇത് അവസാനം വരുമ്പോ നോക്കിട്ടാ. അപ്പൊ മച്ചാൻ ഇങ്ങനെ ലെയറായിട്ട് ഇതിന്റെ മൂളങ്ങാണ്ട് ലസാനിയ വെതറി കൊടുക്കാട്ടോ. ഈ സംഭവം പിന്നെ റിപ്പീറ്റ് ചെയ്യാ. വൈറ്റ് സോസ് ചീസ് അവസാനത്തെ ലെയർ. ഇങ്ങനത്തെ സംഭവമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാണ് സാധനമാണ്. വീട്ടിലൊക്കെ പരീക്ഷയൊക്കെ ഓവൻ ഉണ്ടെങ്കിൽ നടക്കോള്, അതെപ്പോഴും ശ്രദ്ധിക്കണം. സാനിയ ഇതൊക്കെ നാട്ടിൽ പോയി ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിച്ചാലില്ലേ എത്ര രൂപ വരുമെന്ന് അറിയുമോ? ഒന്ന് കമന്റ് ചെയ്ത് പറയട്ടാ. അപ്പൊ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോയി ഇത് കഴിച്ചാൽ എന്താവും എന്ന് ഞാൻ പറഞ്ഞുതരാം. കാശില്ല, നമ്മുടെ ഈ തുണികൾ കീറിപ്പോവും. അതെ, നമ്മുടെ മൊസറല്ല ചീസ് ഫൈനലായിട്ട് കുറച്ച് മുകളിൽ കൂടുതൽ ഇട്ടോ കേട്ടോ. സാധനം നമുക്ക് നമ്മുടെ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ വെജ് ഐ എം മേക്കിംഗ് ആഫ്റ്റർ ദിസ്. ഓക്കെ, അപ്പൊ ആക്ച്വലി അവർ ചീഫ് ഓഫീസർ ഈസ് ഗോയിങ് after 2 days from Sri Lanka. Tomorrow? Oh my God! But tomorrow chief officer going. Oh, we miss you. Come here.
So this is our last party, not our, his last party on board. Last party on this ship. So subscribe and like. One day he will come to Cochin and we will meet up and I will show you the real man there. Okay? അപ്പോൾ അടുത്തതായി ഇവിടെ ഇറങ്ങാൻ പോകുന്നത് വെജ് ലസാനിയ. ലസാനിയക്ക് വേണ്ടി നമുക്ക് ബട്ടർ അങ്ങനെ പ്ലേറ്റ് 1 2 3 4 വരെ നമ്മുടെ വെജ് എന്തിനാണ് പനീർ റെഡ് സോസ് ഇതൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പം മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പൊളപ്പൻ വെജിറ്റേറിയൻ ഡിഷാണ്. വൈറ്റ് സോസ് കുറച്ചും കൂടി ലൂസ് ആവണം ഇതിലെ വൈറ്റ് സോസ്, പക്ഷേ ഇത് ഒഴുകി പോവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ തിക്കാക്കിയത്. അപ്പോൾ ഞാൻ ഇതേ മോസറല്ല ചീസ് എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ 1 2 3 എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഫില്ലപ്പ് ചെയ്യട്ടാ. ഇത് ഇനി എങ്ങനെയാണ് ബേക്ക് ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം. പകുതിയുടെ താഴെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പൊളപ്പൻ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്തോട്ടാ. ഇത് സോക്കാവണം. ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്. ഓക്കെ, അപ്പൊ മച്ചാനെ ഇതിന് നമുക്ക് ഇങ്ങനെ ഫോയിൽ പൊതിയാ. അപ്പൊ അലൂമിനിയം ഫോയിൽ ഇത് നല്ലോണം ടൈറ്റ് ആക്കണം. ഇതൊരു 230 ഡിഗ്രിയിൽ അങ്ങോട്ട് ഓവനിൽ കയറ്റി ഇങ്ങോട്ട് എടുക്കാട്ടാ. അപ്പൊ മച്ചാനെ ഒരു 30 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കണം. അതുകൊണ്ട് തുറന്നിട്ട് നമുക്ക് എന്താന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് പോയിട്ടാ നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. ഒച്ചപ്പാട് എടുക്കുന്നുണ്ട്. ഓ ഇത് കാണുക നിങ്ങൾ. അപ്പൊ മച്ചാനെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ലസാനിയ കുറച്ച് വെള്ളമുണ്ട്. അതങ്ങോട്ട് പറ്റിപ്പോണം. എൻ്റെ പിന്നെ കൈ പൊള്ളി. വാഷ് റെയിൻ ഫയർ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ സൈഡിലെ ആ ഒരു ട്രെയിൽ നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പവർ റേഞ്ചേഴ്സ്. അപ്പൊ മച്ചാനെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ബേക്ക് ചെയ്യുമ്പോൾ ഇത് ആവിയിലിരുന്ന് സെറ്റ് ആവും. അപ്പൊ കൂടി നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് സ്റ്റീമിലിരുന്ന് വേവണം. അതൊരു 15 മിനിറ്റ് മതി. അപ്പൊ 15 മിനിറ്റിൽ നമ്മുടെ ലസാനിയ റെഡി ആവും. അപ്പൊ മച്ചാനെ നമ്മുടെ മുത്ത് ഒരു 5-6 മണിക്കൂർ ഇരുന്ന് ഉറങ്ങിയിരുന്ന് ഫ്രീസറിൽ. അപ്പൊ ഇവനങ്ങാട് ഉള്ളിലോട്ട് വെക്കാൻ സമയമായിട്ടാ ആണ്. അപ്പൊ ഇവനാണ് ഇന്ന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവനെ നമുക്ക് അങ്ങോട്ട് കിടത്താൻ വേണം. നമ്മുടെ ബട്ടർ പേപ്പർ അങ്ങോട്ട് വിരിച്ചിട്ടുണ്ട്. ഇവനെ അവിടെ മനസ്സിൽ കിടത്തി. അപ്പൊ ബട്ടർ എവിടേക്ക് ഇടാൻ പറ്റും അവിടേക്ക് ഇട്ട് കൊടുത്തു. ഒരു രക്ഷയില്ല. വയറിന്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ വെക്കാൻ മറക്കരുതെന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കുറെ വേവണം. അപ്പൊ ഇത് ഉരുകിയിട്ട് നല്ല അടിപൊളിന്ന് വേവും. ഓനിയനും കൂടി അങ്ങോട്ട് മുകളോട്ട് വെതറി അങ്ങോട്ട് ഇടാട്ടാ അച്ഛൻ. അല്ലെങ്കിൽ ഫൗണ്ടർ അല്ലെങ്കിൽ ആയിരമ്പലി അല്ലെങ്കിൽ കടിയൻ ഇവനെ നമ്മ അങ്ങ് എടുത്തിട്ട് ഓവൻ ചെയ്യാൻ വേണ്ട. 220-221 നമുക്ക് 30 മിനിറ്റ് ഇവൻ അങ്ങോട്ട് സെറ്റ് ആയാലും മച്ചാൻ അടിപൊളി മട്ടൻ കീമ ലസാനിയ റെഡി ആയിട്ടാ. ഇത് കണ്ട നല്ല അടിപൊളി പോട്ടിയുടെ പോലെ നെയ്യ് പോലെ. ഇത് പാസ്റ്റ് ഉണ്ട്. ഇത് ഉരുകി സെറ്റ് ആയിക്കാണ് കണ്ട. അപ്പൊ ലസാനിയ മട്ടൻ ലസാനിയ പനീർ ലസാനിയ ഉണ്ട് ഇവിടെ. അപ്പൊ ചൂടോടെ കഴിച്ച പൊളപ്പനായിരിക്കും. സീക്രട്ട് എല്ലാം അറിയാലോ. പട്ടില്ല അടുത്ത ബർത്ത്ഡേ ഗായോ. ഹാപ്പി ബർത്ത്ഡേ മാൻ. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജോപ്പൻ. ഹാപ്പി. അപ്പൊ നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. വെജ് നോൺ വെജ് നമ്മുടെ ബീഫ് ഉണ്ട്, ചിക്കൻ വിങ്സ് ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഞാൻ അടുത്തത് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കണത് അപ്പൊ ഇത് സെറ്റ് ആയിട്ട്. അപ്പൊ മച്ചാനെ അടുത്ത പരിപാടിയിലേക്ക് പോവാം അല്ലേ. മച്ചാനെ നമ്മുടെ മീൻ അവിടെ വെച്ചെടുത്ത് തുടങ്ങി. എനിക്ക് മുട്ടാറായി എന്ന്. അപ്പൊ നമുക്ക് അവനെ സെറ്റ് ചെയ്യാം. വാ. പിരാന അല്ല നമ്മുടെ കടിയൻ ഫൗണ്ടർ ആയിരമ്പലി എന്നൊക്കെ പറയും. അപ്പൊ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല മൊരി തോന്നുന്നുണ്ട്. ഇനി ഇവനെടുത്തണ അങ്ങനെ വെക്കണം. ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കട്ടെ ഇടാം. വെന്തണ്ടാന്ന് നോക്കണമല്ലോ. എന്റെ അടിപൊളി. ഓ അപ്പൊ സെറ്റായിട്ടുണ്ട്. അപ്പൊ അങ്ങും കൂടി അങ്ങോട്ട് വേദറെ അങ്ങോട്ട് കൊടുക്കാട്ടാ. പൊളപ്പനായിട്ടുണ്ട്. മുട്ട ഇത് അവിടെ കൊണ്ടു വെച്ചാൽ കിട്ടൂല, പീഡിപ്പിച്ച് കൊന്നാളെയും. അതുകൊണ്ട് ഇതെടുത്ത് ആദ്യം മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഫൗണ്ടറിനാ പിടിക്കണ ആരെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യടാ. സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് സാധനം ആയിട്ടുണ്ട്. സാൻ മ്യൂഗിൾ എന്ന് പറഞ്ഞ ബിയറാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരിക്കണ ബിയർ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടാ. അപ്പൊ ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വീണ്. അപ്പൊ ചേസ് ആണ് മച്ചാനെ മുട്ട. കഴിക്കും. അടുത്ത സാധനം അങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കണ്ട. ഓ സെറ്റപ്പ് സാധനമാണ് മോനെ. അടിപൊളി ജ്യൂസി സാധനം. നമുക്ക് ആദ്യം തന്നെ കപ്പിത്താനും കൊടുക്കാം. ഓക്കെ, ഉളപ്പൻ സാധനം. അടുത്തത് നമുക്ക്
ഇതാ ആ ഇത് തന്നെ നല്ലത് സാർ. അടി തുടങ്ങിയാണ്. ആൽക്കഹോൾ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ദൈവമേ ഇങ്ങനെ അടിക്കാൻ മറ്റേ സംഭവം. എല്ലാവർക്കും കർന്നമരിക്ക് എല്ലാവർക്കും ചേസ്. അപ്പൊ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മുട്ട. ഓ ഇത് കണ്ട ഉണ്ടായിരുന്നു. എന്റെ മറ്റേ സ്പെഷ്യൽ ചട്നിയിൽ അങ്ങോട്ട് മുക്കിയിട്ട് നീ വാ നിനക്ക് ഞാൻ വായ വെച്ചാൽ ബാറങ്ങട് ഇങ്ങോട്ട് വാ കഴിക്കങ്ങട്. നമ്മളല്ലേ ക്യാമറമാൻ കൊടുക്കട്ടെ. ഒരു രക്ഷയില്ല. മീൻ്റെ മുട്ട അൽഫാം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ. ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. ഓളപ്പൻ അടിപൊളി സാധനം. വേറെ ലെവൽ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പാർട്ടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കപ്പലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതുപോലെ അടിപൊളി ഡിഷസ് ആയിട്ട് നമ്മ ഇനിയും വരുന്നതാണ്. ഇങ്ങനെ കപ്പലിൽ വന്നിട്ട് ഇങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ വരാം, എങ്ങനെ കോഴ്സ് പഠിക്കാനുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. അത് കാണാൻ മറക്കരുത്. പിന്നെ മച്ചാനെ എല്ലാ സാനിയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലേ. ഉളപ്പ സാധനമാണ്. എല്ലാ സാനിയൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കാം. ഓവൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആള്. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങടുത്ത്. ഒരു മുട്ടുള്ളൂ, അത് എനിക്കാണ്. മീനൊരു തല ഉണ്ടാവുള്ളൂ, അത് ചീഫ് കുക്കിനാണ്. അതെല്ലാ കപ്പലും അതേ നിയമമാണ്. അപ്പോൾ അഴിച്ചിരിക്കണം. അപ്പോൾ മച്ചാനെ ആ മാംസം കണ്ട. ഈ മാംസം ഒന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു കടിയൻ്റെ മാംസം എന്ന് പറഞ്ഞാലേ നല്ല സോഫ്റ്റ് തൂവല് വരും കണ്ട. ആറണ്ട. ഓ ഹമൂറില്ല, ഹമൂറ് കഴിച്ചിട്ടുണ്ടാവും. നല്ല ഹമൂർ കറൂപ്പൊക്കെ ഇതുപോലത്തെ ഒരു മാംസം ഉണ്ടാവും. ഉളപ്പം സാധനം ഒരു രക്ഷയില്ല. വെറുതെ വാരി വലിച്ച് വെറുതെ ഇരുന്നില്ല. മടുക്കൂല ഈ സീ ഫുഡ് എന്ന് പറഞ്ഞാല്. ഈ മസാലയുടെ സീക്രട്ട് റെസിപ്പി അറിയാലോ. അപ്പൊ ഷെയർ ചെയ്ത് കൊടുത്തിട്ട പൊളപ്പന അൽഫാം. അപ്പൊ നമുക്ക് പാർട്ടിയിലേക്ക് പോവാം. ബാ. അല്ലെങ്കിൽ നമുക്ക് മൂന്നാർ വരെ ഒന്ന് പോയിട്ട് വന്നാല. മൂന്നാറ്. അപ്പൊ മൂന്നാറിൽ ഇപ്പൊ സമയം അറിയില്ല. പക്ഷെ തണുപ്പ് എത്ര ഉണ്ടാവും തണുപ്പ്? ഒരു 6-7 ഡിഗ്രി തണുപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മൂന്നാറിലെ സമയം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഡിഗ്രി 3 ഡിഗ്രി. അപ്പൊ നമുക്ക് മൂന്നാറിലോട്ട് കയറാം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കപ്പലില് മൂന്നാറ് ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങ എപ്പോഴും മൂന്നാറ് ക്ലൈമറ്റിൽ വരും. ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ആക്കിയിട്ട് സുഖമാണ്. അപ്പൊ ടച്ചപ്പിന് എന്ത് വേണം? മുന്തിരി വേണോ, ഫ്രൂട്ട്സ് വേണോ, ആപ്പിൾ വേണോ, മുന്തിരി വേണോ, എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. കുക്കുംബർ വേണോ, എന്ത് വേണമെങ്കിലും ഇവിടെ മൂന്നാറ് ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ മൂന്നാറിന്ന് ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം തേർഡ് എഞ്ചിനീയർ എടാ. അപ്പൊ നിനക്ക് മൂന്നാർ പോണോ മണാലി പോണോ? മൂന്നാറാണെങ്കിൽ 5 ഡിഗ്രി, മണാലി ആണെങ്കിൽ 18 ഡിഗ്രി, -5. എനിക്ക് ഇവിടെ പോണം. അപ്പൊ നമ്മ ഇവിടെ എല്ലാം വെതറൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. മണാലി ഉണ്ട്, മൂന്നാറുണ്ട്. നിനക്ക് എവിടെ പോണോ? ഇപ്പൊ മൂന്നാറാണെങ്കിൽ ഇങ്ങോട്ട് പോവാ, മണാലി ആണെങ്കിൽ